നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇവിടെ പറയാൻ പോകുന്ന വിഷയം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് എന്നിരുന്നാലും എല്ലാവരും അറിയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുമുണ്ട്. എന്താണെന്ന് ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ഒരാളാണ് ചാണക്യൻ, കൗടില്യൻ എന്നൊക്കെ പറയും. അപ്പൊ ആ കൗടില്യ ശാസ്ത്രത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പറഞ്ഞ ഇക്കാര്യങ്ങൾ മറ്റുള്ളവരൊരു കാരണവശാലും നിങ്ങൾ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ചാണക്യനീതിയിലെ എല്ലാ കാര്യങ്ങളെയും പറ്റി, അതായത് ഒരു മനുഷ്യൻ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരാൾക്ക് എങ്ങനെ ധനം വരും, ധനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംരക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും ജീവിക്കേണ്ട കാര്യങ്ങളെ പറ്റി തന്നെ ഓരോരുത്തരോടും നമ്മൾ വ്യക്തിബന്ധം പുലർത്തേണ്ട കാര്യങ്ങൾ, അകറ്റി നിർത്തേണ്ട ആൾക്കാർ, അടുപ്പിച്ച് നിർത്തേണ്ട ആൾക്കാർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ഒരാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ആ ബുദ്ധിക്ക് പ്രകാശം ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴേ അവന്റെ ബുദ്ധിക്ക് ഒരു വൈഭവം മറ്റുള്ളവർ അറിയുകയും അവന്റെ ബുദ്ധി മറ്റുള്ളവർ അത് കടമെടുത്തായാലും അല്ലെ അത് അതിന്റെ ഉത്തേജനം ഉൾക്കൊണ്ടായാലും അത് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു പരോപകാരം ഉണ്ടാവത്തുള്ളൂ. നമുക്ക് മാത്രം ജീവിക്കാൻ, നമ്മൾ മാത്രം നന്നാവണം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. എല്ലാവർക്കും നമുക്ക് ജീവിക്കണം. എല്ലാവരും ലോക നന്മയ്ക്കായിട്ട് നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് ഈശ്വരൻ അത് കാണുകയും നമ്മുടെ നന്മയ്ക്ക് ഈശ്വരൻ നല്ല പ്രതിഫലങ്ങളെ തരികയും ചെയ്യുള്ളൂ. നമുക്ക് ചാണക്യൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് പറഞ്ഞേക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സാമ്പത്തികം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ ആ സാമ്പത്തികത്തെ നമ്മൾ സ്നേഹിച്ച് സാമ്പത്തികം വേണം, വേണ്ടാന്ന് പറയും. സാമ്പത്തികത്തിന് പുറമേ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും വരാം. ഒരിക്കലും ഒരാളോട് ചർച്ച ചെയ്യാതിരിക്കുക. ഒരു സാമ്പത്തികം കുറച്ചാൾ നമ്മൾ ഫീൽഡ് നമുക്കൊരു പ്രയോജനം ഇല്ലാതെ ആ ഫീൽഡ് പറ്റത്തില്ല എന്ന് ഉറപ്പാക്കി അടുത്ത ഫീൽഡിലേക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത്. രണ്ടാമത് പറഞ്ഞാൽ നമുക്ക് ഈ ഭാര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ പറ്റിയുള്ള വിവരങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് വിനയായിട്ട് വരും. നമ്മൾ ഇത് പറയുന്ന ആൾ ഒരിക്കലും നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരാളായിരിക്കത്തില്ല. പക്ഷെ അബദ്ധത്തിൽ ആ ആളുടെ വായിൽ നിന്ന് വേറെ ആരുടെയെങ്കിലും ചെവിയിൽ പോയാൽ നമുക്ക് നാളെ അത് വലിയ ദോഷം ചെയ്യും. പിന്നെ അടുത്ത പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹംഭാവം നമുക്ക് മിക്കവർക്കും ഉണ്ട്. അഹംഭാവം ഇല്ലാത്ത വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഈ അഹംഭാവം ഒരിക്കലും നമ്മൾ പുറത്ത് കാണിക്കാതിരിക്കുക. പുറത്ത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരി എന്നൊരു പേര് വീഴുകയും പിന്നെ നമ്മളെ ആരും അടുപ്പിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളെ ആരും സ്നേഹിക്കാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അടുത്ത പറയുന്നത്, നമുക്ക് ഭാവി പരിപാടികൾ, നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് ചർച്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വേറൊരാൾ കോപ്പി അടിക്കാൻ, അല്ലെങ്കിൽ വേറൊരാൾ അതേ കാര്യം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങാനിരിക്കുക, അതേ ബിസിനസ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആൾ വേറൊരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് അവരെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഫലമില്ലാതെ വരുന്ന അവസ്ഥ വരും. കാരണം നമ്മളെക്കാട്ടി കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ടാണ് അങ്ങോട്ട് പോയി പറയുന്നത്, അല്ലെങ്കിൽ അവർ പോയി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെക്കാട്ട് ഒരു പടി മുന്നിലേ അവർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഭാവി പരിപാടികൾ കഴിവതും ആരോടും ചർച്ച ചെയ്യാതിരിക്കുക. അടുത്ത പറഞ്ഞ, നമുക്ക് വരുന്ന വരുമാനം ഒരു കാരണവശാലും ആരോടും പറയാൻ പാടില്ല. അതുപോലെ നമുക്ക് ഭയം, കുടുംബ പ്രശ്നങ്ങൾ, ഇവയൊന്നും നമുക്ക് ആരോടും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു 90% ആൾക്കാർ സഹതപിക്കുന്ന ആൾക്കാരുണ്ടാവും. 10% ആൾക്കാരിൽ ഒരു 5% ആൾക്കാർ നമുക്കതിന് ചിലര് പോംവഴി പറഞ്ഞു തരും. ഈ ബാക്കി 5% ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന അവസ്ഥകൾ, നമ്മളെ അപഹസിക്കുന്ന അവസ്ഥകൾ, നമ്മൾ ഇല്ലാത്തൊരു വേദിയിൽ നമ്മളെ പറ്റി ഇതിലും നിജമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഈ 5 പേര് പറയുന്നത് 50 പേരിലെത്തും, 500 പേരിലെത്തും. അവസാനം ഈ പ്രസിദ്ധി നമുക്ക് എപ്പോഴും പരക്കാൻ കുറച്ച് പ്രയാസമാണ്. കുപ്രസിദ്ധി പരക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വരുമാനമായാലും ഭയമായാലും കുടുംബ പ്രശ്നമായാലും ഒക്കെ കഴിവതും ആരോടും പറയാതിരിക്കുക. പിന്നെ നമുക്കുള്ളവരോട് നമ്മൾ ഒരു കാരണവശാലും നമുക്ക് എത്ര അധപ്പതനം ഉണ്ടായി, നമ്മൾ അധപ്പതനം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് അത് കണ്ട് നമ്മൾ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർ വളരെ വിരളമായിട്ട് വിരലിലെണ്ണാവുന്നവരെ കാണുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ലോകം, കാരണം കലിയുഗം അങ്ങനെയാണ്. സഹായിക്കുന്നവർ വളരെ കുറവാണ്, ഉപദ്രവിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സഹായിക്കുന്നവർ വളരെ ചുരുക്കം. സഹായിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. അവര് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മളെ സഹായിച്ചിരിക്കും. അത്രയും ആത്മാർത്ഥതയുള്ളവരോട് അത്രയും നമ്മുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് ഉറപ്പ് 100%, 110% ഉറപ്പുള്ളവരോട് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ അത്ര നിർബന്ധമാണെങ്കിൽ പോലും പറയാൻ പാടുള്ളതാണ് ചാണക്യൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.